ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം ഇന്നത്തെ. ഓക്കെ, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണോ നോക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്താണ് എന്നെടുക്കാം. ഓക്കെ, ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ പോലെ. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് നോക്കാം നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് ഓഗസ്റ്റ് മാസത്തിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ. ജസ്റ്റിസ്, വെരി നൈസ്, ബ്യൂട്ടിഫുൾ. ജസ്റ്റിസിൻ്റെ ഒപ്പം ഡെവലപ്പ്. ഓക്കെ, ക്വീൻ ഓഫ് പെൻഡിക്കിൾസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, കുറച്ച് കൂടുതൽ കാർഡ്സ് എടുക്കാം. 9 ഓഫ് പെൻഡിക്കിൾസ്, വലിയ വലിയ കാർഡ്സ് ആണ്. Ace of Swords. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് തിങ് മെയിനായിട്ട് എനിക്ക് കാണുന്നത് ജസ്റ്റിസ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ജസ്റ്റിസും ഉണ്ട് ഇവിടെ, ഏസ് ഓഫ് സോഡ്സും ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഒരു നിങ്ങളുടെ ഭാഗത്ത് ന്യായമായ ഒരു തീരുമാനം. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, നിങ്ങൾ കോർട്ട് കേസ് അങ്ങനത്തെ വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങൾക്ക് കോർട്ട് കേസ് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഭാഗത്തേക്കുള്ള ന്യായമായിട്ട് വരുന്നു എന്നാണ്. ഒരു ന്യായമായ ഒരു തീരുമാനം. അത് എന്താ പറയുക, യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ശരിക്കും നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും കേസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളായിരിക്കും ജയിക്കാൻ പോകുന്നത്. കേസ് എന്ന് പറഞ്ഞാൽ കോർട്ടിൽ മാത്രം ആവണമെന്നില്ല. ആരോടെങ്കിലും എന്തെങ്കിലും വഴക്ക്, പ്രശ്നങ്ങൾ, കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും, ഇപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലെ ആൾക്കാരുമായിട്ട് തന്നെ എന്തെങ്കിലും വഴക്ക്, വീട്ടിലെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്ത് തന്നെ ആയാലും ന്യായം നിങ്ങളുടെ ഭാഗത്ത് ആണ്. ഓക്കെ, നിങ്ങൾ ജയിക്കും എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഇവിടെ ഒരു ട്രൂത്ത് വിൻ ചെയ്യുന്ന പോലെ, എനിക്ക് ഒരു സത്യം ജയിക്കും എന്ന് പറഞ്ഞ പോലെ. ഞാൻ മാത്രമല്ല, നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ നന്മ അല്ലെങ്കിൽ നിങ്ങൾ നല്ലത് ചെയ്തതിൻ്റെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റിസൾട്ട്, നിങ്ങൾക്കൊരു ന്യായം നിങ്ങളുടെ ഭാഗത്ത് വരുന്ന പോലെ. അത് യൂണിവേഴ്സിൻ്റെ ഒരു ഗിഫ്റ്റാണ്, നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. നിങ്ങൾക്ക് എന്ത് ഇപ്പോൾ എന്നെ കൂടുതൽ നേട്ടുണ്ടല്ലോ നിങ്ങൾക്കറിയാം അല്ലേ. ഓക്കെ, ഡെവിൾ എനർജി കാണുന്നുണ്ട്. ഡെവിൾ എനിക്കിവിടെ ഇന്നിവിടെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല, അവിടെ പോസിറ്റീവായിട്ട് നമ്മൾ ചോദിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നാണ്. സോ ഡെവിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ അത് മാറിപ്പോകുന്ന പോലെയുണ്ട്. ഓക്കെ, എന്തെങ്കിലും ടോക്സിക് ആയിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് വിട്ടുപോകുന്ന പോലെ. ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ സാധിക്കുന്ന പോലെ. സോ അതിപ്പോൾ ഏതൊരു കാര്യവും ആവാം, നിങ്ങളൊരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് വിട്ടു മാറുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മനസ്സിൻ്റെ പേടികളോ കാര്യങ്ങളോ ചിലപ്പോൾ അത് മാറുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആരോഗ്യത്തിൽ ഇപ്പം എന്തെങ്കിലും ബാധിക്കുന്ന രീതിയിൽ നിങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ്, ഓവർ തിങ്കിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും പേടികൾ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ എന്തെങ്കിലും കണ്ണ് തട്ടൽ, ബ്ലാക്ക് മാജിക്, ഐ ഡോണ്ട് നോ വൈ, എന്തുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല. കുറച്ച് പേർക്ക് റെസനേറ്റ് ആവാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാറിപ്പോകുന്ന രീതി കാണുന്നുണ്ട്. ഓക്കെ, സോ എനിക്ക് അങ്ങനെ ഒരു എനർജി, കാരണം ഇവിടെ ആ ഏസ് ഓഫ് സോർട്സ് എനിക്ക് ലൈക്ക് ലാസ്റ്റ് വന്നതാണെങ്കിലും എനിക്ക് ഓരോ കാർഡുമായിട്ട് എനിക്ക് അതിൻ്റെ കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്ന പോലെയുണ്ട്. സോ നിങ്ങൾക്ക് ഒരു നമ്മൾ പറയില്ല, എല്ലാം വെട്ടിമാറ്റി കുറേ ക്ലിയറിങ് നടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് പലതും വെട്ടിമാറ്റപ്പെടും. ഓക്കെ, ചിലത്, അതായത് നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ലാത്ത ടോക്സിക് ആയിട്ടുള്ളത് മാറിപ്പോകുന്ന രീതിക്ക്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പേടികൾ, നെഗറ്റീവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതും ഒരു മാറ്റം വരും. നിങ്ങൾക്കായിട്ട് തന്നെ എന്തെങ്കിലും ടോക്സിക് സിറ്റുവേഷനിൽ പുറത്ത് വരാൻ പറ്റുന്ന രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ അത് നിങ്ങളെടുക്കുന്ന തീരുമാനമായിരിക്കാം. ഓക്കെ, നിങ്ങളായിട്ട് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ഇവിടെ നിങ്ങൾക്ക് ചിലത് നമ്മൾ പറയില്ലേ, ചങ്ങല പൊട്ടിച്ചെറിയുക, അങ്ങനെ പൊട്ടിച്ച് വരാൻ പറ്റും എന്നുള്ള രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിൽ ബാധിക്കുന്ന, നിങ്ങളെ ആരെങ്കിലും നെഗറ്റീവായിട്ട് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോവും. ഓക്കെ, അവരായിട്ട് തന്നെ ചിലപ്പോൾ മാറിപ്പോയി എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അതിനെ വെട്ടി മാറ്റുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സോ എല്ലാം കൊണ്ടും ഓവറോൾ ഇവിടെ ക്വീൻ ഓഫ് പെൻഡിക്കിൾസ് പറയുന്നത്, ക്വീൻ ആവണമെന്നില്ല, കിങ് ആയാലും ജെൻസ് ആയാലും എടുത്തോളൂ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്ന പോലെ. ഓക്കെ, നിങ്ങൾക്ക് ജോലി, കരിയർ, ചിലപ്പോൾ കുറച്ച് പേർക്ക് ജോലി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഉയർച്ചകൾ എന്ന രീതിയിൽ ഇവിടെ 9 ഓഫ് പെൻഡിക്കിൾസും ഉണ്ട്. സോ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് കാണുന്നത്. സോ ഇത് രണ്ടും കൂടി ചേർത്ത് പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഫൈനാൻഷ്യലി എന്തെങ്കിലും ബെനിഫിറ്റ് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ അഗൈൻ പ്രൊമോഷൻ, ചിലപ്പോൾ പെട്ടെന്നൊരു സാലറി എന്തെങ്കിലും കിട്ടുക, എന്തെങ്കിലും ഓക്കെ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും പണം വരുന്ന രീതിക്കുമായിരിക്കാം. ഓക്കെ, ആരെങ്കിലും ഗിഫ്റ്റ് തരുന്ന പോലെ അങ്ങനെ ആവാം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു നേട്ടം വരുന്ന പോലെയുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാം കാര്യങ്ങൾക്ക് ആവശ്യത്തിനുള്ളതെല്ലാം നിങ്ങൾക്കൊരു ഫാമിലി ടേക്ക് കെയർ ചെയ്യുന്ന പോലെ നിങ്ങൾ ആ ഒരു നല്ലൊരു എനർജിയിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു
എന്താ പറയുക, വളരെ ഹെൽത്ത് വൈസും ഓക്കെ, ഹെൽത്ത് നിങ്ങളുടെ നല്ലതായിരിക്കും. ഹെൽത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറി വരും, ബെറ്റർ ആവും. അതുപോലെ നിങ്ങളെ തന്നെ കെയർ ചെയ്യുന്ന രീതിക്ക് മറ്റുള്ളവരെയും നിങ്ങൾക്ക് ഏണിംഗ് കൊണ്ട് മറ്റുള്ളവരെ കൂടി കെയർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 9 ഓഫ് പെന്റിക്കിൾസ് ആക്ച്വലി നമ്മൾ ഇൻഡിപെൻഡൻസ് പറയും. ചില കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ തനിച്ച് നിന്ന് എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ കുറേ കൂടി ഇൻഡിപെൻഡൻ്റ് ആവുന്ന പോലെ, മേ ബി നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നതായിരിക്കാം. ഓക്കെ, അതായത് വേറെ ആരെയും നമ്മൾ പറയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന പോലെയുണ്ട്. അതിപ്പോൾ ജോലി ചെയ്തിട്ടായിരിക്കാം, സ്വന്തമായിട്ട് ഏണിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പേര് ഇവിടെ തനിച്ച് നിൽക്കുന്ന രീതി എനിക്ക് കാണുന്നുണ്ട്. തനിച്ച് എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഒറ്റപ്പെട്ട പോലെയല്ല, നിങ്ങൾ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്, ഞാനിങ്ങനെ തനിച്ച് നിങ്ങളുടെ ഒരു ലൈഫ് എൻജോയ് ചെയ്യുന്ന രീതിക്ക് എനിക്ക് കാണുന്നത്. സോ ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും, എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. ഏസ് ഓഫ് സോർഡ്സ് ആണ് ഏറ്റവും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വളരെ പ്രോമിനൻ്റ് ആയിട്ട് എടുത്ത് ഫീൽ ചെയ്ത് ഇത് രണ്ടും കൂടി കണ്ടപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓക്കെ നിങ്ങളായിട്ട് ആൻഡ് ഇതിൽ രണ്ടിലും ഇവിടെ സ്റ്റാർ ഉണ്ട്. സോ യെസ് ഓക്കെ, സോ എന്തുകൊണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പലതും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്ന പോലെയാണ്. നിങ്ങൾക്ക് നല്ലതല്ല എന്നറിയുന്നതിനെ നിങ്ങൾ തന്നെ കട്ട് ഓഫ് ചെയ്യും. ഓക്കെ, നിങ്ങൾ തന്നെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന പോലെയാണ്, ആക്ഷൻസ് എടുക്കുന്ന പോലെയാണ്. സോ യെസ്, വളരെ പോസിറ്റീവായിട്ട് എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും പേടികളുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറിക്കോളും. ഓപ്ഷൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി എടുത്തേക്കാം. ഒരു നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ബ്ലെസ്സിങ് ആയിട്ട് ഓഗസ്റ്റിലേക്ക് നമുക്ക് എന്തൊക്കെയാണ്. ഓക്കെ, ആക്ച്വലി ഓഗസ്റ്റ് നമ്മുടെ 8 നമ്പർ അല്ലേ. സോ ഇവിടെ അഗൈൻ ആ 8ൻ്റെ നമ്പർ 888 പറയുന്നത് നമ്മൾ ഫൈനാൻസിൻ്റെ നമ്പർ ആണ്. ഓക്കെ, നമ്മൾ ഒരു ആക്ച്വലി നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഞാനത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. 888 എന്ന് ഇവിടെ നിങ്ങൾക്ക് കയ്യിൽ ഗ്രീൻ കളർ പെന്നും കൊണ്ട് ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, ഇവിടെ കയ്യിൽ മീൻസ് എവിടെയായാലും ശരി, ലെഫ്റ്റ് ഹാൻഡിൽ എഴുതാം. ഓക്കെ, ഇടത് കയ്യിൽ എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇടത് കയ്യിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കയ്യിലാവാം, കാലിലാവാം, എവിടെ വേണമെങ്കിലും എഴുതാം കേട്ടോ. കൂടുതലും ഇവിടെയാണ് എല്ലാവരും ചെയ്യാറ്. സോ 888 എന്നുള്ള നമ്പർ നിങ്ങൾ എഴുതി വെക്കാം ഗ്രീൻ കളർ പെന്നുകൊണ്ട്. വളരെ ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക്, ഫൈനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ നല്ലതാണ്. ഓക്കെ, അട്രാക്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. സോ ഇവിടെ അഗൈൻ ആ 8ൻ്റെ ആ ഒരു എനർജി ഇവിടെ വരുന്നത്. നമ്മൾ ഓഗസ്റ്റ് എന്ന് പറഞ്ഞു. സോ 8 മണിയുടെ നമ്പർ കൂടിയാണ്. ഓക്കെ, സോ നമുക്ക് വേറെയും എന്തെങ്കിലും ബ്ലെസ്സിങ്സ് ആയിട്ട് അനുഗ്രഹങ്ങളായിട്ട് ഞാൻ വേറെ ഒറക്കിൾ എടുക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് ഇവിടെ യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ജഡ്ജ്മെൻറ്റ്, ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും, വേറെ എന്താ വേണ്ടത്? മൈ ഗോഡ്. മജീഷ്യൻ, വാവ്. 7 ഓഫ് കപ്സ് നേരത്തെ വന്നിരുന്നു, നമ്മൾ ബോട്ടം കണ്ടിരുന്നു. ഓക്കെ, വീണ്ടും വന്നിട്ടുണ്ട് 4 ഓഫ് സോർഡ്സ് ആൻഡ് 1 മോർ എംപറർ. വാവ്. ഏസ് ഓഫ് പെന്റിക്കിൾ. ഫൈനാൻഷ്യലി നല്ല ബെനിഫിറ്റ് വരുന്ന സമയമാണ് നിങ്ങൾക്ക് കേട്ടോ. തീർച്ചയായിട്ടും ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവും, ഉറപ്പാണ്. അതും പ്രത്യേകിച്ച് നമ്മുടെ 88 പോർട്ടൽ നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, 88 പോർട്ടലിൽ വരുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫസ്റ്റ് 1-ാം തീയതി തന്നെ ഞാൻ വേണമെങ്കിൽ ഇട്ട് വെക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക്. ആൻഡ് ഇത് ഞാൻ പറഞ്ഞ പോലെ 888 നമ്പർ നിങ്ങൾ ഗ്രീൻ കളർ പെന്നുകൊണ്ട് ഇവിടെ എഴുതാം. ഏസ് ഓഫ് പെന്റിക്കിൾസ് പറയുന്നത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങളാണ്, ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്, പുതിയ അവസരങ്ങളാണ്, ഫൈനാൻഷ്യൽ ഗ്രോത്ത് ആണ്, ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ആണ്, ആരെങ്കിലും പൈസ തരുന്ന രീതിക്ക് ആയിരിക്കാം. ഓക്കെ, എന്തായാലും തീർച്ചയായിട്ടും ഫൈനാൻസിൻ്റെ കാര്യത്തിൽ നല്ലതെന്തോ വരുന്നുണ്ട്, കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ട് കുറച്ച് പേർക്ക്. ഓക്കെ, നിങ്ങൾക്ക് ആരെങ്കിലും മാരേജ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരുന്ന രീതി കാണുന്നുണ്ട്. ആരെങ്കിലും പ്രപ്പോസൽ വരാം. ഓക്കെ, അതൊരു മാരേജിലേക്ക് എത്തുന്ന രീതിയിൽ പ്രപ്പോസൽ വരാനുള്ള സാധ്യതയുണ്ട്. സോ കുറച്ച് പേർക്ക് അതുമാണ്. ജഡ്ജ്മെൻറ്റ്, യെസ്, ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. ന്യായം നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്, ഡോണ്ട് വറി. ഓക്കെ, യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് തരും എന്തായാലും. പക്ഷേ ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾ കൂടി കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനം എടുക്കണം എന്നുണ്ട്. അതായത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അവേക്കനിങ്. ഞാൻ ഐ തിങ്ക് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരുന്നു നമുക്ക് അവേക്കനിങ് എന്ന് പറയുന്നുണ്ട്. അവേക്കനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ ലൈഫിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അനലൈസ് ചെയ്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നാണ്. സോ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ബട്ട് അത് നല്ലതാണ്, ബിക്കോസ് തിരിച്ചറിവുകൾ നമുക്ക് എപ്പോഴും നല്ലതാണ്. ഇവിടെ മജീഷ്യൻ ഉണ്ട്. സോ അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. എല്ലാ കഴിവും നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് പറയുക. മജീഷ്യനെ പോലെയാണെന്ന് പറയാം. നമുക്ക് പറയില്ലേ, എന്താ പറയുക, ശൂന്യതയിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അത്രയും കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾക്കെല്ലാം വേണ്ടതെല്ലാം യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് നേടാൻ സാധിക്കും. സോ യെസ്, നിങ്ങൾ ആഗ്രഹിച്ചത് ഇവിടെ നേടുന്ന രീതിയിലാണ്. സോ അഗൈൻ 9 ഓഫ് പെന്റിക്കിൾസും ഇതും നമുക്കൊരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വിഷ് ഫുൾഫിൽമെൻ്റ് എന്നൊക്കെ നമുക്ക് എടുക്കാം. സോ മേ ബി നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും കിട്ടുന്ന പോലെ ഒരു എനർജി ഉണ്ട് എനിക്ക്. അല്ലെങ്കിൽ ഇവിടെ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ വേണ്ടത് അത് അച്ചീവ് ചെയ്യുന്ന രീതിക്ക് കാണുന്നുണ്ട്. സോ 7 ഓഫ് കപ്സ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് ഓപ്പൺ ആവും. ഓക്കെ, അവസരങ്ങൾ വരും നിങ്ങൾക്ക്. ഏത് കോഫി വേണം എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ. ഈ കോഫി വേണോ, കോൾഡ് കോഫി വേണോ, ചൂടായിട്ടുള്ള കോഫി വേണോ, ഏതാ വേണ്ടത്, ക്യാപ്പുച്ചീനോ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആവും. ഓക്കെ,
കുറേ അവസരങ്ങൾ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഫൈനാൻഷ്യലി ആയിരിക്കാം, ഓക്കെ, റിലേഷൻഷിപ്സിലായിരിക്കാം, എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആയിട്ട് വരുന്ന രീതി. പക്ഷേ എന്താ, അതിൽ ചൂസ് ചെയ്യുന്ന നിങ്ങൾ വേണം, സൂക്ഷിച്ച് ചൂസ് ചെയ്യൂ. ഓക്കെ, എപ്പോഴും നമ്മൾ നല്ലോണം ആലോചിച്ച് നമുക്ക് ശരിക്കും നല്ലത് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. 4 ഓഫ് സോർഡ്സ് കാണുന്നുണ്ട്. കുറച്ച് റെസ്റ്റ് എടുക്കുന്ന രീതിക്ക് മേ ബി ഒരു സമയം കുറച്ചൊരു ബ്രേക്ക് വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ബ്രേക്ക് എടുക്കുന്ന രീതിയിൽ നിങ്ങളൊരു റെസ്റ്റ് എടുക്കുന്നതായിരിക്കാം കുറച്ച്. ഓക്കെ, ഒരു ഗ്യാപ്പ് എടുത്ത് ഒന്ന് റെസ്റ്റ് എടുത്ത് നിങ്ങളെ തന്നെ ഒന്ന് കുറച്ചുകൂടി നിങ്ങൾ ഫ്രഷ് ആയിട്ട് വരുന്ന പോലെ. ഓക്കെ, ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് റെസ്റ്റ് എടുക്കാൻ കൂടി പറയുന്നുണ്ട്, അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ ഇടയിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങൾ ബ്രേക്ക് എടുത്തിരുന്നെങ്കിൽ അതും നല്ലതാണ്. ബിക്കോസ് നിങ്ങൾക്കൊന്ന് ഫ്രഷ് ആയിട്ട് മുന്നോട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് എംപറർ കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങളുടെ ഗ്രോത്തിൻ്റെ തന്നെയാണ് എനർജി ഇവിടെ വരുന്നത്. ഫുള്ളി എനിക്ക് ഒരു ഗ്രോത്ത് എനർജി വരുന്നുണ്ട്. നിങ്ങൾ സ്ട്രോങ്ങർ ആവുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ കുറേ കൂടി ലീഡർഷിപ്പ് ലെവലിലേക്ക് വരിക, നിങ്ങൾ കുറേ കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന പോലെ. ഓക്കെ, ആൻഡ് ഓവറോൾ എല്ലാം കൊണ്ടും ഒരു അബൻഡൻസിൻ്റെ ഒരു ലെവലിൽ നിൽക്കുന്ന പോലെയാണ്. കുറച്ച് പേർക്ക് പ്രൊമോഷൻ കിട്ടുന്ന പോലെ, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് പ്രൊമോഷൻസ് കാര്യങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ലീഡർഷിപ്പ് ലെവലിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ വീട്ടിലായാലും ശരി, നിങ്ങൾ ഏറ്റെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും, നിങ്ങളെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കാം ആരെങ്കിലും, അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ യെസ്, ഓവറോൾ ഒരു റെസ്പെക്റ്റ് ഒക്കെ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ യെസ്, ഇതൊക്കെയാണ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് വരാവുന്നത്. ഓക്കെ, എന്ന് വെച്ചിട്ട് ഇത് മാത്രമാണെന്നല്ല അർത്ഥം, അത് മനസ്സിലായി. ഓക്കെ, ഇതിൻ്റെ ഒപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അനുഗ്രഹങ്ങളെ കൂടുതൽ കാണാൻ ശ്രമിക്കാം. ഓക്കെ, ജീവിതത്തിൽ കിട്ടുന്ന ബ്ലെസ്സിങ്സിന് കൂടുതൽ നമ്മൾ നന്ദിയുള്ളവരായിട്ടിരിക്കുക. അതിൻ്റെ ഒപ്പം ഇനിയും കൂടുതൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ താല്പര്യമുള്ളവർ പേഴ്സണൽ റീഡിങ്ങിനെ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ക്ലാസ് മീൻസ് ആ ഗ്രൂപ്പ് സെഷന് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.